ആന എഴുന്നള്ളത്ത് നിയന്ത്രണത്തിനെതിരെ പൂരപ്രേമി സംഘം സുപ്രീം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജിയിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഹർജിയിലാണ് കക്ഷി ചേരുക. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, വിവരങ്ങൾ. നിലവിൽ ഈ ആന എഴുന്നള്ളത്തിൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ ഹർജികളുടെ സുപ്രീം കോടതി ഹൈക്കോടതി. ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ആന എഴുന്നള്ളത്ത് നിയന്ത്രണത്തിനെതിരെയാണ് പൂരപ്രേമി സംഘം സുപ്രീം കോടതിയിൽ എത്തിയത്. ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജിയിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഹർജിയിലാണ് കക്ഷി ചേരുക. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങളും ഭിന്നാഭിപ്രായവും ഒക്കെ ഉയർന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇത്തരത്തിൽ എന്തിനാണ് ആനയെ എഴുന്നള്ളിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. നിയന്ത്രണങ്ങൾ ഒരുപാട് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് തുടങ്ങിയപ്പോൾ മുതൽ രണ്ട് ഭാഗമായി തിരിഞ്ഞാണ്. ഈ പൂരപ്രേമികളുണ്ട്, അവർക്ക് ആനയോട് സ്നേഹമുണ്ടെങ്കിലും പൂരം കൃത്യമായിട്ട് തന്നെ നല്ല ആവേശത്തോടെ നടത്തണം, അതിന് ഒരുപാട് നിയന്ത്രണങ്ങൾ പാലിക്കാൻ പറ്റില്ല എന്ന് ആ ഭാഗം പറയുന്നു. പക്ഷേ പൂർണ്ണമായും അനിമൽ ലവേഴ്സ് അല്ലെങ്കിൽ ആനപ്രേമികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ പറയുന്നത് ഈ നിയമങ്ങളെല്ലാം തന്നെ പാലിച്ച്, കർശനമായ നിയന്ത്രണങ്ങൾ പാലിച്ച് തന്നെ വേണം ആനയെ എഴുന്നള്ളിക്കാനും. ആ രീതിയിൽ രണ്ട് തരത്തിലായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തായാലും അത് സുപ്രീം കോടതി വരെ എത്തിയിരിക്കുകയാണ്.